അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമം. പെൻസിൽവാനിയയിലെ റാലിക്കിടെയാണ് വെടിവയ്പുണ്ടായത്. ചെവിയുടെ മുകൾ ഭാഗത്തായാണ് വെടിയേറ്റത്. ട്രംപിന്റെ വലത്തെ ചെവിയിൽ നിന്നും രക്തം ഒഴുകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ഉടൻ തന്നെ സുരക്ഷാസേന എത്തി ട്രംപിനെ വേദിയിൽ നിന്നും മാറ്റി. അക്രമിയെ കൊലപ്പെടുത്തിയതായി സുരക്ഷാസേന അറിയിച്ചു. And you know, that's a little bit old, that chart. That chart's a couple of months old. And if you want to really see something that's said, take a look at what happened. I'm good. Shooters down. Are we good to move? We're clear. Let's move. We're clear. Hold that in your head. It's bloody. So we got to move to the bus. Let me get my shoes. Okay, let's shoot down. Let's shoot. Watch out. പെൻസിൽവാനിയയിലെ ബട്ട്ലർ എന്ന സ്ഥലത്ത് വെച്ചാണ് ഡൊണാൾഡ് ട്രംപിന് അക്രമിയുടെ വെടിയേറ്റത്. ഏതാണ്ട് ഈ വലിയ ഒരു ജനസഞ്ചയമുണ്ടായിരുന്നു അവിടെ അത്തരത്തിൽ ഈ റാലിയിൽ എന്നുള്ളതാണ്. ഇതിൽ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു, ഒരാൾ മരിച്ചു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഏതായാലും ട്രംപ് സുരക്ഷിതനാണ് എന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട് ട്രംപിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. വലത് ചെവിക്കാണ് തനിക്ക് വെടിയേറ്റതെന്നും രക്തസ്രാവം ഉണ്ടായെന്നും അദ്ദേഹം പറയുന്നു. അക്രമിയെക്കുറിച്ച് ഈ ഘട്ടത്തിൽ ഒന്നും അറിയില്ല എന്നുള്ള പ്രതികരണവും വരുന്നുണ്ട്. ഏതാണ്ട് 50 അടി ദൂരത്തുള്ള ഒരു കെട്ടിടത്തിൽ നിന്നാണ് അക്രമി വെടിയുതിർത്തത്. ഈ വെടിയുതിർക്കാൻ ഉപയോഗിച്ച തോക്കും കണ്ടെത്തിയിട്ടുണ്ട്. ഈ വേദിയിൽ വെച്ച് തന്നെ പരിക്കേറ്റു. ട്രംപ് ആദ്യം ഈ വെടിയൊച്ച കേട്ട് വലത് ചെവിയിൽ ഇങ്ങനെ തൊട്ടു നോക്കുന്നുണ്ടായിരുന്നു. രക്തം കണ്ടതിനെ തുടർന്ന് അദ്ദേഹം താഴേക്ക് കുനിഞ്ഞു. അപ്പോഴേക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഓടിയെത്തി റൗണ്ട് ചെയ്ത് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ജനങ്ങളെ കൈവീശി കാണിച്ചതിന് ശേഷമാണ് ട്രംപ് ഈ വേദിയിൽ നിന്ന് മടങ്ങിയത്. ഉടൻ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വലിയൊരു കൂട്ടം അവിടെ എത്തുകയും ട്രംപിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ആരോഗ്യനില തൃപ്തികരമാണ്. ചെവിയിൽ നിന്ന് രക്തമൊഴുകുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ അക്രമിയെ ആ സമയത്ത് തന്നെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അക്രമം ഉണ്ടായ ഉടൻ തന്നെ സീക്രട്ട് സർവീസ് സുരക്ഷാ സേന ഇടപെട്ട് ട്രംപിന് സുരക്ഷാ വലയം തീർക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് റാലി അത് നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ട്രംപും ബൈഡനും തമ്മിലുള്ള സംവാദവുമായി ബന്ധപ്പെട്ട നിരവധിയായ കാര്യങ്ങൾ അന്തരീക്ഷത്തിലുണ്ട്. ട്രംപ് വലിയൊരു മേധാവിത്വം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം കാഴ്ചവെച്ച ഒരു പശ്ചാത്തലമുണ്ട്. ബൈഡന്റെ പ്രായാധിക്യവും മറ്റും അമേരിക്കൻ ജനത ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമാണ്. സ്ഥാനാർത്ഥിയിൽ നിന്ന് ബൈഡനെ മാറ്റണം എന്ന മുറവിളി ആ പാർട്ടിക്കുള്ളിൽ പോലും ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു അക്രമ സംഭവമെന്നതും ഗൗരവതരമാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം ട്രംപിന് ഒരു എഡ്ജുണ്ട്. ഇപ്പോൾ ഏതാണ്ട് 4% ബൈഡനേക്കാളും ജനപ്രീതി ട്രംപിനുണ്ട് എന്ന വിവരങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇതിനിടയിലാണ് ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. നേരത്തെയും സമാനമായ അക്രമ സംഭവങ്ങൾ അമേരിക്കയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രസിഡന്റിനെതിരെ പോലും നമുക്കറിയാം വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവങ്ങൾ പോലും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അമേരിക്കയിൽ തോക്ക് ലൈസൻസുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങളുണ്ട്. അക്രമികൾ ഈ സ്കൂളുകളിലും മറ്റും ചെന്ന് ഈ തോക്കുകൾ ഉപയോഗിച്ച് ആക്രമിച്ച് പലരെയും കൊലപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ ട്രംപിനെ പോലെ അതീവ സുരക്ഷയുള്ള മുൻ പ്രസിഡന്റ് കൂടിയായ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ട്രംപിനെ പോലെ അതീവ സുരക്ഷയുള്ള ഒരാൾ ഇരിക്കുന്ന വേദിയിൽ വെടിയുതിർക്കാൻ ഒരു അക്രമിക്ക് സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഏറെ നിർണായകമായി തന്നെ അമേരിക്കൻ സുരക്ഷാ രംഗത്തെ വീഴ്ചയിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട്. സംഭവത്തിന്റെ പ്രാഥമിക വിവരങ്ങൾ പ്രസിഡന്റ് ജോ ബൈഡനെ ധരിപ്പിച്ചതായി വൈറ്റ് ഹൗസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ട്രംപുമായി സംസാരിക്കാൻ ബൈഡൻ ശ്രമിച്ചിരുന്നു എങ്കിൽ പോലും അത് സാധിച്ചില്ല എന്നും വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ അറിയിക്കുന്നു. ഗാലറിയിൽ നിന്ന് 3 തവണ വെടിവെച്ച ാണ് ദൃക്സാക്ഷികളടക്കം പറയുന്നത്. അവിടെ കൂടുന്ന ജനങ്ങളും വലിയ ഭയചകിതരായ പശ്ചാത്തലം കൂടിയുണ്ട്. ഈ ബട്ട്ലറിലാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് നേരത്തെ പറഞ്ഞു. പരിപാടി കാണാനെത്തിയ ഒരാളാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് പ്രാദേശിക പ്രോസിക്യൂട്ടർ അറിയിച്ചിട്ടുണ്ട്. ഈ നേരത്തെ ആക്രമണത്തോട് ഉടനെ പ്രതികരിച്ച നിയമപാലകരോടും സുരക്ഷാ സേനയോടും ട്രംപ് നന്ദി പറയുന്നതായി അദ്ദേഹത്തിന്റെ വക്താവ് സ്റ്റീവൻ ചിയുങ് പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നിലവിലൊരു പ്രാദേശിക മെഡിക്കൽ സ്ഥാപനത്തിൽ പ്രാഥമിക ചികിത്സ തേടുകയും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റൊരു പ്രധാനപ്പെട്ട ആശുപത്രിയിലേക്ക് മാറുകയും ചെയ്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിവാദങ്ങൾ, സംവാദങ്ങൾ, ചർച്ചകളൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇതും തെരഞ്ഞെടുപ്പിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്.